സൂര്യമംഗലം തറവാട്ടിൽ അവളുടെ കാലുകൾ പതിഞ്ഞ നിമിഷം കാറ്റുപോലും നിശ്ചലമായി. ഒരിക്കലും ഇവിടെ വരാൻ പറ്റുമെന്ന് കരുതിയില്ല. സൂര്യമംഗലം. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞൊരിടം. ഊണിലും ഉറക്കത്തിലും അമ്മ പറഞ്ഞു തന്ന സൂര്യമംഗലം തറവാട് താൻ കളിച്ച് നടക്കേണ്ട തറവാട്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അവിടെയുള്ള ഓരോ മുഖങ്ങളും അമ്മ പറഞ്ഞെന്ന് കാണാപ്പാടമായിരുന്നു. ചിലരുടെ കണ്ണിൽ സഹതാപമായിരുന്നെങ്കിൽ മറ്റു ചിലരുടെ കണ്ണിൽ പകിയായിരുന്നു. എല്ലാം കൈയടക്കി വാഴാനുള്ള മോഹം. അതിലെൻ്റെ അമ്മ എങ്ങനെയോ സ്നേഹിച്ച ആളുകളുടെ ജീവനും കയ്യിൽ പിടിച്ചിറങ്ങി. ഈ തറവാട്ടിൽ ദിവസങ്ങളും മാസങ്ങളും ഇരുട്ടുമുറിയിൽ കഴിഞ്ഞ തൻ്റെ അമ്മ എല്ലാം ഓർക്കുമ്പോൾ അവൾക്ക് നെഞ്ചു പൊട്ടി. എൻ്റെ അമ്മ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ തനിക്കാരും കൂട്ടിനില്ലായിരുന്നു. എങ്ങനെ അവിടെ കൃഷ്ണമാമ വന്നുവെന്ന് അറിയില്ല. പലവട്ടം ചോദിച്ചതുമാണ്. പക്ഷേ മാമ പറഞ്ഞില്ല. പിന്നെ കുറച്ചുനാൾ കൃഷ്ണമാമയുടെ കൂടെ വീട്ടിൽ അവിടെ കഴിഞ്ഞു. സ്വന്തം അല്ലെങ്കിലും സ്വന്തം മകളെ പോലെ വളർത്തി. തനിക്ക് 9 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോയി. പിന്നെ എന്തിനും അമ്മയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത്. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. എല്ലാം പേടി നിറഞ്ഞ അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് നോക്കി. തലയെടുപ്പോടെ സൂര്യമംഗലം നിന്നു. പണ്ടത്തെ പ്രതാപം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന തുണിസഞ്ചി മാറോട് ചേർത്ത് അടക്കി പിടിച്ച് ഓരോ അടികൾ വെച്ച് നടന്നു. ഇടയ്ക്ക് തല താഴ്ന്നു പോകുന്ന പോലെ പേടി മനസ്സിൽ ബാധിച്ചു. ശരീരത്തിന് ഒരു വിറയൽ. കൃഷ്ണമാമ. പേടി കൊണ്ട് ശബ്ദം പുറത്തു വന്നില്ല. അവളുടെ പേടിച്ചാരൻ്റെ വിളി കേട്ട് കൃഷ്ണൻ ഒന്ന് നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾക്ക് എന്താ വാത്സല്യം തോന്നി. തോളിൽ കിടന്ന തോർത്തൊന്നുകൂടെ നേരിയിട്ട് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. തോളിൽ കൈവച്ചു. പേടി നിറഞ്ഞ മിഴികൾ ഉയർത്തി അവളൊന്ന് അയാളെ തല ഉയർത്തി നോക്കി. പാറുമോൾ പേടിക്കണ്ട, ഇവിടുത്തെ കാർത്തേനിയമ്മ കൂടെയുണ്ട്. പിന്നെ യാമിനിയുടെ പേര് ഒരിക്കലും പറയരുത്. ഇവിടെയുള്ളവർ മോളുടെ അമ്മയെ പടിയടച്ച് പിണ്ടം വെച്ചതാണ്. അത് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു. അത് കേൾക്കി അവളുടെ മനസ്സിൽ അമ്മയുടെ മുഖം തെളിഞ്ഞു. കണ്ണിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ അകന്ന ഒരു ബന്ധുവാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. വലിയ തിരുമേനി ഒരു പാവമാണ്. അവരുടെ ഭാര്യ, അതായത് കുട്ടിയുടെ അമ്മായി ലക്ഷ്മി, അവരും ഒരു പാവമാണ്. അവർക്കൊരു മോനുണ്ട്, കാർത്തികേയൻ. ആൾ പുറത്തൊന്നും പോകാറില്ല, കിടപ്പിലാണ്. അരയ്ക്ക് താഴേക്ക് തളർന്നു പോയി. പാവം. 28 വയസ്സ് കഴിഞ്ഞതേയുള്ളൂ. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് കിടപ്പിൽ തന്നെ. ആയുർവേദം നോക്കുന്നുണ്ട്. ഡോക്ടർമാർ കൈ കൊഴിഞ്ഞതാ. എന്നാലും അവരുടെ ഒരു സമാധാനത്തിന് ആയുർവേദം നോക്കുന്നു. മോളെ മുറച്ചെറുക്കനാണ്. കൃഷ്ണമാമ ചെറുചീരിയോടെ പറഞ്ഞു. അത് കേൾക്കേ അവളുടെ മനസ്സിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മാമേ. അവളുടെ മുന്നിൽ നടന്ന അയാളൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ മോളെ? അയാൾ ഒരു നിമിഷം നിന്നു. പേടിക്കണ്ട, മോള് വാ. അവളുടെ കയ്യിൽ പിടിച്ച് ഓരോന്നും പറഞ്ഞ് കൃഷ്ണൻ നടക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് ദേഷ്യം കൂടുതൽ കാർത്തേനി അമ്മയുടെ ഇളയ മകൻ രവിവർമ്മയ്ക്കാണ്. അയാളുടെ മുന്നിലൊന്നും ചെന്ന് ചാടണ്ട. ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അസുരജന്മം. മോളുടെ മുത്തശ്ശി ഓർത്ത മാമ ഇവിടെ നിൽക്കണേ. വേറെ നിവൃത്തിയില്ല. കൊല്ലങ്ങളായി ഇവിടുത്തെ അടിമപ്പണി ചെയ്യുന്നതല്ലേ. രവിയുടെ ഭാര്യ അംബിക അവനെപ്പോലെ തന്നെ ഒരു അഹങ്കാരം തലക്കി പിടിച്ച സ്ത്രീയാണ്. അവർക്ക് 2 മക്കളാണ്. മകൻ ശിവൻ, അവൻ ഇവിടെയില്ല, അങ്ങ് കോയമ്പത്തൂരാണ്. ആൾ പാവാണ്. കുറച്ച് മനുഷ്യപ്പറ്റുള്ളത് ശിവക്കുഞ്ഞിനാണ്. പിന്നെ അവരുടെ മൂത്ത മകൾ ശിവാഞ്ജലി ഡിഗ്രി പഠിക്കുക. തന്തയുടെയും തള്ളയുടെയും സ്വഭാവം അതേപോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മോള് പേടിക്കണ്ട. കൃഷ്ണമാമ ഇവിടെയുണ്ട് എന്തിനും. പിന്നെ മോളുടെ മുത്തശ്ശി ഒരു പാവമാണ്. എല്ലാം കേട്ട് അവളൊന്ന് തലയാട്ടി. കൃഷ്ണമാമ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്ന കേട്ട് അവൾ പുറകെ നടന്നു. ചുറ്റുമുള്ള പുറപ്പണിക്കാട് കണ്ണുകൾ തൻ്റെ മേലെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, എങ്കിലും അതൊന്നും കാണാത്ത പോലെ അവൾ കൃഷ്ണമാമയ്ക്ക് പിന്നിൽ നടന്നു. കാലുകൾക്ക് വേഗത പോരെന്ന് തോന്നി. എങ്കിലും അവളുടെ സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് നടന്നു. ദൂരെ നിന്നേ കണ്ടു തൻ്റെ അമ്മമ്മയെ. അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. അമ്മ പറഞ്ഞു തന്ന അതേ രൂപമായിരുന്നു അമ്മമ്മയ്ക്ക്. കൃഷ്ണമാമയുടെ ഒപ്പം അവൾ വേഗം നടന്നു. കൃഷ്ണ, നീ വന്നോ? കൃഷ്ണനോട് ചോദിച്ചെങ്കിലും കണ്ണുകൾ പാർവയിലായിരുന്നു. അമ്മേ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. പാവാണ്. ആരും ഇല്ലാണ്ടായപ്പോ ഇവിടേക്ക് കൂട്ടി. അയാൾ തല കുനിച്ച് അത്രയും പറഞ്ഞപ്പോഴേക്കും കാർത്തിയായനിയമ്മ പാർവിനെ അടിമുടിയൊന്ന് നോക്കി. ധാവണിയാണ് വേഷം. നെറ്റിലൊരു ചന്ദനക്കുറിയുണ്ട്. നീണ്ടു വിടർന്ന കണ്ണുകൾ. നിതംബം കഴിഞ്ഞ് നീളത്തിൽ മുടി അറ്റം കെട്ടിയിട്ടിരിക്കുന്നു. മുടിയുടെ നടുവിലായി ഒരു തുളസിക്കതിർ. കഴുത്തിലൊരു കറുത്ത ചരടിൽ ഏലസ്. കയ്യിൽ ഓരോന്നും വീതം കുപ്പിവളകളുണ്ട്. എല്ലാം കൊണ്ടും ഐശ്വര്യം നിറഞ്ഞ കുട്ടി. എൻ്റെ യാമിനിയെപ്പോലെ സുന്ദരിയാണ്. ആ വൃദ്ധ മനസ്സോർത്തു.
ഒരു നിമിഷം മനസ്സ് കൈവിട്ടു പോകുമോ എന്നവർ ഭയന്നു. പാടില്ല, എൻ്റെ മോൾ പോയതുപോലെ എൻ്റെ പേരക്കുട്ടി കൂടെ എന്നിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. അവർ വീണ്ടും ഗൗരവം നിറച്ച് കൃഷ്ണനെ ഒന്ന് നോക്കി. കൃഷ്ണ, നീ ഈ കുട്ടിയോട് എല്ലാം പറഞ്ഞില്ലേ? ഇല്ലമ്മ, അമ്മ തന്നെ എല്ലാം പറഞ്ഞു കൊടുത്താൽ മതി, അതാകുമ്പോൾ മോൾക്ക് മനസ്സിലാക്കും. അതും പറഞ്ഞ് കൃഷ്ണൻ പാറുവിനെ ഒന്ന് നോക്കി. ആ നിമിഷം നേരം അത്രയും തൻ്റെ അമ്മമ്മയെ നോക്കി കാണുകയായിരുന്നു പാറു. തലമുടിയെല്ലാം നരകേറിയിരിക്കുന്നു. സെറ്റുമുണ്ടാണ് വേഷം. ഇപ്പോഴും ഐശ്വര്യം തുളുമ്പുന്ന മുഖശ്രീ, കഴുത്തിൽ രുദ്രാക്ഷമാലയുണ്ട്, അതിൻ്റെ കൂടെ ഒരു സ്വർണ്ണ ചെയിൻ, നെറ്റിയിൽ നീട്ടി വരച്ച ചന്ദനക്കുറി, കണ്ണുകൾ ഇപ്പോഴും തെളിമയോടെ നിൽക്കുന്നു. അമ്മമ്മ ഒരിക്കൽ കൂടി അവളെ ചുണ്ടുകൾ മന്ത്രിച്ചു. കൃഷ്ണ, കുട്ടിയോട് പിന്നോക്കം പുറത്തോടെ അകത്തേക്ക് വരാൻ പറയൂ, മുറി കാണിച്ചു കൊടുക്കാം. അതും പറഞ്ഞ് അവർ തിരിഞ്ഞടക്കാൻ തുടങ്ങി. പിന്നെ തിരിഞ്ഞു നിന്നു. എന്താ കുട്ടിയുടെ പേര്? അവരുടെ ചോദ്യം കേട്ട് പാറു കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ആ നിമിഷം തറവാട്ടമ്മയുടെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു, പാർവതി. പാർവതി. തൻ്റെ എല്ലാമായ യാമിനി ആ പേര് തന്നെ ഇട്ടു. അവരുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. അത് മറച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, എന്നാ വരിക, ഞാൻ പിന്നാമ്പുറത്തുണ്ടാകും. വരും മോളെ. അതും പറഞ്ഞ് കൃഷ്ണൻ മുന്നിൽ നടന്നു. പുറകെ പാറുവും. മോളെ, ഇനിയും ഒരുപാട് പറയാനും അറിയാനുമുണ്ട് മോൾക്കിവിടെ. പതിയെ എല്ലാം മനസ്സിലാക്കിക്കോളും. ഓർമ്മയുണ്ടല്ലോ, ഒരിക്കലും അമ്മയുടെ പേര് പറയരുത്. ഒരിക്കൽ കൂടി കൃഷ്ണൻ പാറുവിനെ ഓർമ്മിപ്പിച്ചു. എന്നാ ചെന്നോളൂ, ഞാൻ ഇപ്പോഴും പുറത്തുണ്ടാകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ, പേടിക്കണ്ട എൻ്റെ കുട്ടി. അയാൾ അവളെ തലയിൽ തഴുകി. എന്നാ പൊയ്ക്കോളൂ, അമ്മമ്മ അവിടെ കാത്തു നിൽപ്പുണ്ട്. ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞു നോക്കി അയാളെ. പിന്നെ നിർവികാരമായ മനസ്സുമായി അവൾ ആ വീടിൻ്റെ പടി ചവിട്ടി. വലതുകാൽ വെച്ച് തന്നെ തനിക്ക് നേരിടാനുള്ള പ്രതിസന്ധികൾ അറിയാതെ, തൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നു എന്നറിയാതെ ഉയർന്ന ഹൃദയമിടിപ്പോടെ ഓരോ അടികൾ വെച്ചു. കുട്ടി, അകത്തേക്ക് വരൂ. അവളെ കാത്ത് കാർത്തിയായനിയമ്മ പിന്നാമ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ചെറിയൊരു ഭയത്തോടെ അവൾ ചുറ്റി നോക്കി. അവർക്ക് പിന്നാലെ ഉള്ളിലേക്ക് നടന്നു. അടുക്കളയോട് തന്നെ ചേർന്ന് നീണ്ട ഒരിടനാഴി പോലെ തോന്നിക്കുന്ന ഒരു വരാന്തയാണ് അവൾക്ക് മനസ്സിലായി. അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു മുറിയിലാണ്. പിന്നെ മാസത്തിൽ 7 ദിവസം മുറിയിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. 7-ാം ദിവസം വരെ ഒന്നും തൊട്ട് അശുദ്ധമാക്കാൻ പാടില്ല. അതിവിടെ നിർബന്ധമാണ്. എന്നും രാവിലെ എണീറ്റ് കുളിച്ചു വേണം ജോലിക്ക് കയറാൻ. അല്ലേ, എൻ്റെ കണ്ണന് അതിഷ്ടാവില്ല. പാവ എൻ്റെ കുട്ടി. ഒരു നിമിഷം അവരിൽ വേദന നിറഞ്ഞു. എത്ര കാലമെന്ന് വെച്ചാ എങ്ങനെ കിടക്കണേ? എങ്കിലും അവൾക്ക് മുന്നിൽ നടന്നത് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് കുട്ടിക്ക് മനസ്സിലായോ? എല്ലാത്തിനും അവളിൽ നിന്നും ഒരു മോളിൽ മാത്രമായിരുന്നു മറുപടി. ആ കുട്ടി, ഇതാണ് കുട്ടിയുടെ മുറി, ഇനി ഇവിടെ വേണം കിടക്കാൻ. അവർ ആ മുറിയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടോ ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ച് അവളെ ശ്വാസം ഒരു നിമിഷം വിളങ്ങിയതുപോലെ തോന്നി. തൻ്റെ അമ്മയെ അടച്ചിട്ട മുറി. അമ്മയുടെ ഓരോ വാക്കിലും വേദന നിറഞ്ഞത് അവൾ ഓർത്തു. ആ ചുവരുകൾക്ക് തൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ കഥ ഒരുപാട് പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി. അമ്മയുടെ നിശ്വാസങ്ങൾ അടങ്ങിയ മുറി. ആ ചുമരിലൂടെ അവളൊന്ന് വിരലുകൾ ഓടിച്ചു. അപ്പോഴും മറുകൈയിൽ അവളെ സഞ്ചി നെഞ്ചോട് ചേർന്നിരുന്നു. അമ്മയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവം എന്ന പോലെ. ആ മുറിയാക്കി അവളൊന്ന് കണ്ണോടിച്ചു. ജനലോരം ചേർന്നൊരു കട്ടിൽ കിടന്നിരുന്നു. അമ്മ കിടന്ന കട്ടിലാണെന്ന് അവൾക്ക് തോന്നി. അതിൽ ചെറിയൊരു പായ കിടന്നിരുന്നു, ഒരു തലയിണയും. തൻ്റെ കയ്യിലിരുന്ന സഞ്ചി അവൾ ആ കട്ടിൽ കൊണ്ടുവച്ച് ഒരു നിമിഷം മുത്തശ്ശിയെ നോക്കി. അവിടെ മുഖത്തെ മൗനം അവൾക്ക് മനസ്സിലായിരുന്നു. എന്നിട്ടും അവൾ വിളിച്ചു, മുത്തശ്ശി. ഞാൻ അങ്ങനെ വിളിക്കാമോ? എനിക്ക്. അവളൊന്ന് തല താഴ്ത്തി. എന്തോ ഓർമ്മയിൽ നിന്ന് മുത്തശ്ശി അവളുടെ വാക്ക് കേട്ട് അവളെ മുഖം ഉയർത്തി നോക്കി. അതിനെന്താ കുട്ടിയെ, അങ്ങനെ തന്നെ വിളിച്ചോളൂ. അങ്ങനെ തന്നെ വിളിക്കേണ്ടത്. പെട്ടെന്നാണ് മുത്തശ്ശിക്ക് എന്താ പറഞ്ഞെന്ന് ഓർമ്മ വന്നത്. മുഖത്തെ പതർച്ച മാറ്റി ഒരു പുഞ്ചിരി വരുത്തി മുത്തശ്ശി പറഞ്ഞു, എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ്. അതാണ് കുട്ടി, പ്രായമായില്ലേ. പിന്നെ കൃഷ്ണൻ പറഞ്ഞില്ലേ ഇവിടെ എന്താ ജോലിയെന്ന്? ഇല്ലെന്ന അർത്ഥത്തിൽ അവൾ തലയിളക്കി. കണ്ണൻ്റെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എല്ലാ ദിവസവും അവന് ഡ്രസ്സൊക്കെ ഒന്ന് തിരുമണം. ബാക്കി മോൻ്റെ കാര്യം നോക്കാൻ രാമനുണ്ട്, അയാൾ നോക്കും. കുളിപ്പിക്കാനുമൊക്കെ കുട്ടി അയാളെന്ന് സഹായിച്ചാൽ മതി. പിന്നെ എല്ലാ ദിവസം ഉച്ച കഴിഞ്ഞ് അവന് ഒഴിച്ചിലുണ്ട്. ആയുർവേദ മഠത്തിൽ നിന്ന് ആൾ വരും. അപ്പോൾ മരുന്നൊക്കെ എടുക്കാനും ഒക്കെ ഒന്ന് സഹായിക്കണം. അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബാക്കി പണികൾക്ക് വേറെ ആളുകളുണ്ട്, അതൊന്നും കുട്ടി ചെയ്യണ്ട. രാമനെ സഹായിക്കാൻ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവർ 2 ദിവസം വന്നു. പിന്നെ അവർക്ക് വയ്യെന്ന്. പിന്നെ എല്ലാം രാമനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതാണ് കൃഷ്ണനോട് പറഞ്ഞ് വേറെ ആളെ നോക്കിയത്. എല്ലാം കേട്ട് അവൾ നിന്ന് ഒന്നും മിണ്ടാതെ. എന്താ കുട്ടി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, മടിക്കാതെ കേട്ടോ. ആഹാരം ഇവിടെ പാകം ചെയ്യുന്നവർ മുറിയിൽ കൊണ്ടുവയ്ക്കും. എല്ലാത്തിനും സമ്മതം പോലെ അവൾ തലയാട്ടി. എന്നാ ശരി കുട്ടി, കുറച്ച് കഴിഞ്ഞ് കണ്ണൻ്റെ മുറിയിൽ പോകാം. മോളൊന്ന് വിശ്രമിക്കേ, ഞാൻ രാമനെ പറഞ്ഞു വിടാം. അതും പറഞ്ഞ് കാർത്തിയായനിയമ്മ പുറത്തേക്ക് നടന്നു. അവൾ അവിടെ കണ്ട കട്ടിലൊന്നിരുന്നു.
ചുറ്റും നോക്കി. കാൽ ചെറുതായി എന്തിനോ തട്ടി അവൾ വേഗം എണീറ്റ് കട്ടിലിന്റെ അടിയിലേക്ക് കുനിഞ്ഞു നോക്കി. ഒരു തടിപ്പെട്ടിയായിരുന്നു അത്. പുറത്തൊക്കെ പൊടികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പതിയൊന്നൂതി പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് ആ പെട്ടിയെന്ന് തുറന്നു. പൂട്ടിയിരുന്നില്ലാത്ത കൊണ്ട് തുറക്കാൻ പറ്റി. അതിൽ നിറയെ ബുക്കുകളായിരുന്നു. അമ്മയുടെ ആകും അതൊക്കെ. ഓരോന്നും എടുത്തവൾ മറിച്ചു നോക്കി. അമ്മ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ് എന്നവൾ ഓർത്തു. അമ്മേ, ഈ മുറിയിലിരിക്കുമ്പോൾ അമ്മ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുക. ഇവിടെ നിന്നും എനിക്കറിയണം എൻ്റെ അമ്മയുടെ കഥ. സ്വന്തം കൂടപ്പുറപ്പിനോട് എന്തിനിത്ര ക്രൂരത കാട്ടിയതെന്ന്. ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. പതിയെ എഴുന്നേറ്റ് അടഞ്ഞു കിടന്ന ജനാല തുറന്നു. വർഷങ്ങളായിരുന്നു അത് തുറന്നിട്ടെന്ന് അവൾക്ക് തോന്നി. ജനാല തുറക്കുന്നത് കാവിലേക്കാണ്. അവിടെ നാഗത്തറയുണ്ട്. അടുത്തു തന്നെ പാലപ്പൂവിട്ട് നിൽക്കുന്നു. ചെറിയ ഇളം തന്നിൽ അവളിലൂടെ തട്ടിത്തഴുകി കടന്നുപോയി. കാറ്റിന് പാലപ്പൂവിന്റെ ഗന്ധമാണ്. അവളൊന്ന് കണ്ണു കടത്തി ശ്വാസം മാഞ്ഞു വലിച്ചു. മൂക്കിലേക്ക് ആവാഹിച്ചു. പിന്നെയും പലതരം മരങ്ങൾ. എന്തുകൊണ്ടോ അവൾക്കിവിടെ ഒരുപാട് ഇഷ്ടമായി. പുറത്തുനിന്നുമുള്ള കാറ്റിൽ അവളുടെ മുടിയിഴകൾ ചെറുതായി പാറിക്കളിച്ചു. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. അല്ല, കുട്ടി ഇവിടെ നിൽക്കുവാണോ? ആ ചോദ്യം കേട്ട് അവൾ പെട്ടെന്ന് തല ചെരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണിൽ ഒരു പേടി നിറഞ്ഞു. തല താഴ്ന്നു. കുട്ടി, എന്തിനാ പേടിക്കുന്നേ? ഞാൻ രാമൻ, ഇവിടുത്തെ കണ്ണന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. എന്നെ സഹായിക്കാൻ ഒരു കുട്ടി വന്നെന്ന് മുത്തശ്ശി പറഞ്ഞു. ഒരു ചെറുചീരോടെ അയാൾ പറഞ്ഞു. അയാളുടെ സംസാരം കേട്ട് അവൾ മെല്ലെ തല ഉയർത്തി അയാളെ ഒന്ന് അടിമുടി നോക്കി. ചെറിയ കഷണ്ടിയാണ്. ഏറിയൊരു 40-45 വയസ്സ് പ്രായം തോന്നിക്കും. എങ്കിലും പ്രായത്തിന്റെ ക്ഷീണം ആ മുഖത്തില്ല. നല്ല ചെറുചുറുക്കുള്ള ഒരാൾ. അത്യാവശ്യം തടിയുണ്ട്. കഴുത്തിൽ വെള്ളി കെട്ടിയ രുദ്രാക്ഷമാലയുണ്ട്. നെറ്റിൽ ഒരു ചന്ദനക്കുറി. കണ്ണുകൾക്ക് തിളക്കമുള്ളതുപോലെ. കണ്ട ഒരു പാവം പോലെ തോന്നാ. നിറഞ്ഞ ചിരിയാണിപ്പോഴും. തമാശ രൂപേണയുള്ള സംസാരവും. എന്നതാ കുട്ടിയെ ഇങ്ങനെ നോക്കുന്നത്? എന്റെ രൂപം കണ്ടാണോ? പേടിക്കണ്ട. അതും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. അതവളുടെ ചുണ്ടിലേക്കും ചെറുചിരിയായി പടർന്നു. അല്ല, അത് എനിക്ക് മനസ്സിലായില്ല. അത് എന്നെ എല്ലാവരും രാമണ്ണെന്നാ വിളിക്കണേ. കുട്ടി അങ്ങനെ തന്നെ വിളിച്ചോളൂ. ആ പിന്നെ ഞാനിപ്പോൾ വന്നത് മോൾക്ക് കണ്ണൻ്റെ മുറിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആളെന്ന് കാണുകയും ചെയ്യാം. എന്നാ വന്നോളൂ. അതും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവളും അയാൾക്ക് പിന്നാലെ നടന്നു. അടുക്കളയോട് ചേർന്ന മറ്റൊരു കുഞ്ഞു മുറി. അതിലൂടെ അവർ ഹാളിലേക്ക് കടന്നു. ഓരോ അടി വെക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ചുറ്റും വിസ്മയം പോലെ വിടർന്നു. 4 കെട്ടിൽ തീർത്ത ഒരു ഹാളായിരുന്നു അത്. ചുറ്റിനും മുറികൾ. എല്ലാം തടി കൊണ്ട് പണി കഴിപ്പിച്ചതാണ്. അവൾക്ക് മനസ്സിലായിരുന്നു. ഒരു സൈഡിൽ വലിയൊരു നടരാജ വിഗ്രഹം അവൾ കണ്ടു. അതിനോട് ചേർന്ന ചെറിയൊരു മുറി. കാണുമ്പോൾ അറിയാം പൂജാമുറിയാണ്. 4 കെട്ടിന്റെ ചുറ്റിനുമുള്ള തൂണുകളെല്ലാം കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ്. പിന്നെയും അവർ മറ്റൊരു മുറിയിലേക്ക് കയറി. അവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കണ്ടു. വീതി കുറച്ച് എന്നാൽ അത്യാവശ്യം നീളമുള്ളതായിരുന്നു. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അവളുടെ ഉള്ളിൽ പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. വളരെ ശ്രദ്ധയോടെ അവൾ മുകളിലെത്തി. നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഹാളായിരുന്നു അത്. അവിടെ ഒരു 2 മുറികളുണ്ടായിരുന്നു. ഒന്ന് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. അത് ശ്രദ്ധിച്ച് അവൾ നടന്നു. പെട്ടെന്ന് അയാൾ നിന്നു. അവളെ ഒന്ന് നോക്കി. അവളും അതേ നിമിഷം അയാളെ ഒന്ന് നോക്കി. മോളെ, കണ്ണൻ കുറച്ച് ഗൗരവമുള്ള കൂട്ടത്തിലാണ്. അധികമൊന്നും മിണ്ടാറില്ല. പിന്നെ കുറച്ച് ദേഷ്യം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ ആരും വരില്ല, മുത്തശ്ശി അല്ലാതെ. പിന്നെ അവൻ്റെ അമ്മ ലക്ഷ്മി കുഞ്ഞും വരും. ശിവക്കുഞ്ഞിന് അവന് ജീവനാണ്. ആൾ വന്നാൽ പിന്നെ കണ്ണൻ്റെ അടുത്ത് തന്നെ ആകും. പിന്നെ എന്നോട് വലിയ കാര്യമാണ്. അത് പറയുമ്പോൾ അയാൾ നിറഞ്ഞൊരു ചിരി വിടർന്നു. അത് നോക്കി അവൾ നിന്നു. പിന്നെ കണ്ണൻ കുഞ്ഞിനോട് എന്തെങ്കിലും പറഞ്ഞാൽ മോളത് കാര്യമാക്കണ്ട. ഉള്ളുകൊണ്ട് പാവമാണ്. ചാടിക്കടിക്കുന്ന സ്വഭാവമുണ്ട്. അത് സാരമില്ല. എന്നവാ നമുക്ക് കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് അയാൾ റൂമിലേക്ക് നടന്നു. അയാളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അവൾ നിന്നു. തന്നെ കാണുമ്പോഴുള്ള അയാളുടെ മുഖം ഓർക്കെ അവളിൽ പേടി നിറഞ്ഞു. ശരീരം തളർന്നതുപോലെ തോന്നി. എൻ്റെ കൃഷ്ണ, കാത്തോണേ. അവൾ കണ്ണും മേലേക്ക് ഉയർത്തി ഒന്ന് വിളിച്ചു. പിന്നെ ഓരോ അടി വെച്ച് റൂമിലേക്ക് നടന്നു. ആ മുറിയിലേക്ക് അവളെ വരവേറ്റത് കുഴമ്പുകളുടെയും ആയുർവേദ മരുന്നുകളുടെയും ഗന്ധമായിരുന്നു. ഒരു പേടിയോടെ അവൾ ഉള്ളിലേക്ക് കയറി. കുഞ്ഞേ. കണ്ണുകൾ അടച്ച് കിടന്നവനെ രാമനൊന്ന് വിളിച്ചു. ആ രാമണ്ണ, എത്തിയോ? ഇന്ന് നേരത്തെ ആണല്ലോ. ഇനിയും സമയമുണ്ടല്ലോ മഠത്തിൽ നിന്ന് ആള് വരാൻ. അത് പറഞ്ഞ് അവനൊന്ന് ചിരിച്ചു. അതല്ല കുഞ്ഞെ, ഞാൻ വന്നത് ഒരാളെ കാണിക്കാനാണ്. അതും പറഞ്ഞ് അയാൾ പുറകിലേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾ പോയ വഴി അവനും ഒന്ന് നോക്കി. ആരാന്നുള്ള ഭാവത്തിൽ. രാമന്റെ പുറകിൽ പേടിച്ച് വിറച്ചവൾ നിന്നു. അവളുടെ കണ്ണുകൾ വേഗത്തിൽ ചലിച്ചു. ഒരേ നിമിഷം കണ്ണനെയും രാമനെയും മാറി മാറി നോക്കി. മോള് പേടിക്കണ്ട, ഇങ്ങോട്ട് വരൂ. അത് കേൾക്കെ അയാളുടെ അടുത്തേക്ക് ഒന്നുകൂടെ അവൾ ചേർന്ന് നിന്നു. ധാവണിത്തുമ്പ് കയ്യിൽ ഞെരിച്ച് അമർന്നു.
തൊണ്ട പറ്റി വരണ്ടു പോകും പോലെ തോന്നി അവൾക്ക്. ആളെ മനസ്സിലാവാതെ അവർ രാമനെ നോക്കി. കുഞ്ഞേ, ഇതെനിക്കൊരു സഹായത്തിന് വന്നതാ, അയാൾ ഒരു മടിയോടെ പറഞ്ഞു നിർത്തി. ഓ, അടുത്തയാളെത്തിയോ? അതും പറഞ്ഞ് അവരെന്ന് പുച്ഛിച്ച് മുഖം തിരിച്ചു. അത് കുഞ്ഞേ, 2 ദിവസം മുന്നേ വന്നാൽ ഇനി വരില്ല. മുത്തശ്ശിക്ക് നിർബന്ധം, എന്നെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതാ. അതിന് അവരെന്ന് അമർത്തി മൂളി നേരെ നോക്കിക്കിടന്നു. ശരീരം എന്തോ ഭാരമില്ലാതെ പോകുന്ന പോലെ കാലുകൾ കുഴഞ്ഞു തുടങ്ങിയെന്ന് അവൾക്ക് തോന്നി. വിയർപ്പ് തുള്ളികൾ ചെന്നീരുടെ ഒഴുകിയിറങ്ങി. അവൾ രാമനെ ഒന്ന് നോക്കി. കുഞ്ഞേ, എണീറ്റിരിക്കണം. അവൻ്റെ മുഖത്തെ വല്ലായ്മ കണ്ട് അയാൾ തിരക്കി. മാമ, എന്നെ ഒന്ന് നേരെ ഇരുത്ത്. കിടന്ന് മടുത്തു, പുറമെല്ലാം ചൂട് പിടിക്കുന്നു. അയാൾ വേഗം തന്നെ ബെഡെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. കട്ടിലിന് സൈഡിലുള്ള ജനല തുറന്നിട്ട് ഒരു നനുത്ത കാറ്റുള്ളിലേക്ക് കയറി. ആ കാറ്റിൽ തൻ്റെ ശരീരം ഒന്ന് തണുത്ത പോലെ തോന്നി അവന്. അവൾക്കും ബന്ധമില്ലാത്തൊരു ആശ്വാസം തോന്നി. ഇളം കാറ്റിൽ അവൻ്റെ മുടി ചെറുതായി പാറി കളിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ പുറത്തേക്ക് മിഴിനട്ടു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഒരു കൈ കൊണ്ട് തളർന്ന് കൈ കൊണ്ട് എടുത്ത് അവൻ്റെ തൊടയിൽ എടുത്തു വെച്ചു. അതിൽ മറു കൈ കൊണ്ട് ഒന്ന് ഒഴിഞ്ഞു വിട്ടു. ഇടയ്ക്ക് കയ്യിലേക്ക് നോട്ടം എത്തുന്നുണ്ട്. രാമനും കണ്ണനും എന്തോ വലിയ കാര്യം പറയുന്നുണ്ട്. അവളുടെ കണ്ണുകൾ ആ മുറിയാകി ഓടി നടന്നു. എല്ലാം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരു സൈഡിൽ ചെറിയൊരു മേശ, അതിൽ കുറച്ച് ബുക്കുകൾ, അതിനോട് ചേർന്നൊരു ബെഡ് ലാമ്പ്, പിന്നെ ഒരു കബോർഡ്, അതിനടുത്ത് തന്നെ ഒരു വീൽ ചെയർ. എന്തോ അത് കാണി അവളുടെ മനസ്സൊന്ന് വിങ്ങി. വേഗം അധികം നോട്ടം മാറ്റി ആ മുറിയിൽ തന്നെ മറ്റൊരു മുറി അവളുടെ കണ്ണിൽ പെട്ടു. അതടഞ്ഞു കിടക്കുമായിരുന്നു. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. തറവാട് മോഡൽ വീടാണെങ്കിലും ഈ മുറി അത്ര പഴയ രീതിയിലല്ല. ഇടയ്ക്ക് അവനൊന്ന് പാളി നോക്കി. നല്ല ഉറച്ച ശരീരം, കട്ടിയുള്ള പുരുകക്കൊടികൾ, മീശയുടെ കട്ടി കാണാം, മേൽച്ചുണ്ട് കാണാൻ വയ്യ, ചുവപ്പ് കലർന്ന ചുണ്ട്, കണ്ണുകളിൽ രൗദ്രഭാവം, വിരിഞ്ഞ മാറിടം, അതിൽ നിറയെ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കഴുത്തിൽ വീതിയിൽ ഒരു സ്വർണത്തിൻ്റെ മാല, അതിൻ്റെ അറ്റത്തൊരു ഏലസ്, അതിനോട് ചേർന്ന് ഒരു ലോക്കറ്റും കിടന്നിരുന്നു. കാണാനൊക്കെ ഒരു ചന്തമുണ്ട്. അവൾ മനസ്സിലോർത്തു. പതിയെ നോട്ടം മാറ്റി. അപ്പോഴാണ് രാവിലെ കൃഷ്ണമാമ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. മോളുടെ മുറച്ചെറുക്കനാണ്. അറിയാതെ മുഖം താഴും എന്നതോർത്ത് അവൾക്ക് ചുണ്ടിലൊരു ചിരി മിന്നി. പിന്നെയും മുറിയാകെ കണ്ണൊടിച്ചു. അവനിൽ തന്നെ ചെന്ന് തങ്ങി നിന്നു. അവളുടെ സംസാരം കേട്ട് അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. മാമ, ഞാൻ താഴേക്ക് വിക്കി വിക്കി അവൾ അത്രയും പറഞ്ഞു. അവളുടെ വിളി കേട്ട് അയാളും അവളെ നോക്കി. ആ ശരി മോളെ, ഞാൻ വരാം, മോൾ നടന്നോളൂ. അവൾ വേഗത്തിൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും രാമൻ വിളിച്ചു. മോളെ, പേര് പറഞ്ഞില്ല. മുത്തശ്ശി പറഞ്ഞിരുന്നു, ഞാൻ മറന്നു. വയസ്സൊക്കെ ആയില്ലേ കുഞ്ഞേ. ഒരു സൈഡ് ചെരിഞ്ഞെന്ന് അവൾ രാമനെ നോക്കി. പാർവതി. മാമ, എന്നെ പാറൂന്ന് വിളിച്ചാൽ മതി. വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ മറുപടി പറഞ്ഞു. എന്നാ പാറൂട്ടി ചെല്ല്, ഞാൻ വന്നേക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ മടത്തിന്ന് ആള് വരും, അപ്പോൾ വരണം കേട്ടോ. ശരിയെന്ന് തലയാട്ടി അവൾ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. അതുവരെ പിടിച്ചു വെച്ച് ശ്വാസം ഒന്നാക്കിയൊന്ന് ആഞ്ഞു വലിച്ചു വിട്ട് നെഞ്ചിൽ കൈവച്ചു അവൾ താഴേക്കുള്ള പടികളിറങ്ങി. കുറച്ചു നേരം അവനോട് സംസാരിച്ചിരുന്ന രാമനും താഴേക്ക് വന്നിരുന്നു. പിന്നെയും കണ്ണൻ എന്ന് കാർത്തികേയൻ ആ റൂമിൽ ഒറ്റയ്ക്കായി. രാമൻ പോകും മുന്നേ അവനെ പഴയ പോലെ കിടത്തിയിരുന്നു. കണ്ണൻ്റെ മനസ്സിൽ എന്തോ ഒരു പേടിച്ചരണ്ട മിഴികൾ മാത്രം തങ്ങി നിന്നും. വാക്കുകൾ പുറത്തേക്ക് വരാതെ വിറയ്ക്കുന്ന ചുണ്ടുകളും. ഈ മുഖം എവിടെയോ കണ്ടതുപോലെ, ആരുടെയോ സാന്നിധ്യം പോലെ അവൻ മനസ്സിലോർത്ത് അങ്ങനെ കിടന്നു. കണ്ണുകൾ അടച്ചു. അപ്പോഴും ആ മിഴിക്കോണിൽ കണ്ണുനീരിൻ്റെ പശിപ്പ് തങ്ങി നിന്നു.